അടുത്ത ക്വസ്റ്റ്യൻ ഡയാമാഗ്നറ്റിക് ഏതാണ് പാരാമാഗ്നറ്റിക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. ടോട്ടൽ ഇലക്ട്രോൺസ് ഓഡ് നമ്പർ ആണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ടോട്ടൽ ഇലക്ട്രോൺസ് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. അതായത് ടോട്ടൽ ഇലക്ട്രോൺസ് 10, 16, 32 വന്നാൽ അത് പാരാമാഗ്നറ്റിക് ആണ്. അതായത് ഓഡ് നമ്പേഴ്സും ഈ നമ്പേഴ്സും വന്നാൽ അത് പാരാമാഗ്നറ്റിക് ആണ്. ഈ ഈവൻ നമ്പേഴ്സ് വന്നാലും അത് പാരാമാഗ്നറ്റിക് ആണ്. ഇനി നമുക്കറിയാം കാർബൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം C2 എന്ന് പറയുമ്പോൾ 2 കാർബൺ ഉണ്ട്. ഒരു കാർബണിനകത്ത് 6 ഇലക്ട്രോൺ ഉള്ളത്. C2 എന്ന് പറയുമ്പോൾ 2 കാർബൺ ഉണ്ട്. ഇപ്പൊ C2 എന്ന് പറഞ്ഞാൽ 12 ഇലക്ട്രോൺ ആണ്. നൈട്രജൻ എന്ന് പറയുമ്പോഴത്തേക്കും 14 ഇലക്ട്രോൺ ആണ്. ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അല്ലെ 8 ആണ്. 8 2 16 എണ്ണം വരും. അതുപോലെ ഫ്ലോറിൻ എന്ന് പറഞ്ഞാൽ 9 ഇലക്ട്രോൺ ഉണ്ട്. 18 ഇലക്ട്രോൺ വരും. ഇനി നമുക്ക് നോക്കാം. 12 ഇലക്ട്രോൺ വന്നാൽ ഈവൻ നമ്പർ ആണ്, ഡയാമാഗ്നറ്റിക്. നൈട്രജൻ 14 ഡയാമാഗ്നറ്റിക്. ഓക്സിജൻ 16 ഈവൻ നമ്പർ ആണെങ്കിലും അത് പാരാമാഗ്നറ്റിക് ആണ്. ഫ്ലോറിൻ 18 ആണ്, പക്ഷെ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, ഇതാണ് അവിടുത്തെ ട്രിക്ക്.